നമസ്കാരം. കറിവേപ്പ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള നാരുകളാലും സമ്പന്നവുമാണെന്ന്. അതേസമയം ചിക്കനോ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ്റെ കലവറയാണ്. അപ്പോൾ മില്ലറ്റും ചിക്കനും കൂടി ചേർന്നാലോ? വെജിറ്റേറിയൻസ് ക്ഷമിക്കുക, ഞാനിത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് അവിശ്വസനീയമായ ഒരു ടേസ്റ്റും മണവും ഒക്കെ തോന്നി എനിക്ക്. അപ്പോൾ ഹെൽത്തിയസ്റ്റ് വെർഷൻ ഓഫ് ബിരിയാണി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇതിൽ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ മില്ലറ്റും കൂടിയാണല്ലോ. മില്ലറ്റിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന നല്ലൊരു വീഡിയോ, മില്ലറ്റ് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും, ഓരോ മില്ലറ്റിൻ്റെയും മെഡിസിനൽ വാല്യൂ തുടങ്ങി എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മുകളിൽ കാണുന്ന ഐ ബട്ടൺ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ കാണാവുന്നതാണ്. ചാമ എന്ന പോസിറ്റീവ് മില്ലറ്റ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. ടിപ്സ് കാണാൻ മറക്കരുത്. ഈ മില്ലറ്റ് ചിക്കൻ കഞ്ഞി നമുക്ക് അരി ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുകൂടി ചുരുക്കത്തിൽ ഞാൻ ടിപ്സിലൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 1/2 കപ്പ് ചാമേരി 3-4 പ്രാവശ്യം നന്നായി കഴുകി ഒന്ന് അരിച്ച് ഒരു പാത്രത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കണേ. മില്ലറ്റ് എപ്പോഴും കുതിർത്തിട്ട് വേണം പാകം ചെയ്യാൻ. കുതിർക്കാൻ നല്ല വെള്ളം ഉപയോഗിക്കണം. കുതിർത്ത ആ വെള്ളം തന്നെ പാകം ചെയ്യാൻ ഉപയോഗിക്കുകയും വേണം. 1 കപ്പ് മില്ലറ്റിന് 8 ഇരട്ടി വെള്ളം, അതാണ് കഞ്ഞിക്ക് കണക്ക്. ഞാനിവിടെ 1/2 കപ്പ് ചാമയാണല്ലോ എടുത്തത്. അപ്പോൾ 1/2 കപ്പിന് 8 ഇരട്ടി 4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിനെ നമുക്ക് അടച്ച് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർക്കാൻ വയ്ക്കാം. മില്ലറ്റിലെ ഫൈബർ നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ മില്ലറ്റ്സ് എപ്പോഴും കുതിർത്തിട്ട് വേണം പാകം ചെയ്യാൻ. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഇത് ഇൻഡസ് വാലി കമ്പനിയുടെ 3.5 ലിറ്ററിൻ്റെ ഒരു ട്രൈ പ്ലൈ സ്റ്റീൽ പ്രഷർ പാനാണ്. എനിക്കൊരു അലൂമിനിയം പാനാണ് ഉണ്ടായിരുന്നത്. ഈ പ്രഷർ പാൻ ഇപ്പം ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്. എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നത്. ഇനി ഇതിലേക്ക് ഒരിടത്തര സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒരു ചെറിയ പീസ് അത് ഗ്രേറ്റ് ചെയ്തിടണേ. ഇനി ഒരു 2-3 വെളുത്തുള്ളി അത് ചെറുതായി അരിഞ്ഞിടുക. പിന്നെ ടൊമാറ്റോ ഒരു ചെറുതരിഞ്ഞത്. എനിക്ക് ചെറിയ ടൊമാറ്റോ ഇല്ലാത്തതുകൊണ്ട് വലുതെടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ ചെറുതായി അരിഞ്ഞിട്ടത്. ടൊമാറ്റോ ഒക്കെ കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കും. അതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ടാൽ മതി. 3-4 ചെറിയ ഉള്ളി അതും കൂടി അരിഞ്ഞിടുക. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ ഞാൻ ബോണുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 150 ഗ്രാമായി എടുത്തു. 1/2 കപ്പ് മില്ലറ്റല്ലേ ഉള്ളൂ. ബോൺലെസ് ചിക്കനും ഉപയോഗിക്കാം. ഞാൻ അത് വെച്ചൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ബോൺലെസ്സിനൊക്കെ എനിക്കങ്ങനെ അതിനെക്കാട്ടും ഇതിനാണ് ടേസ്റ്റ് എന്ന് തോന്നി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആ മുളക് പൊടിയുടെ വീഡിയോ കിട്ടിയില്ലേ, ഇട്ടത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ, 2 നുള്ള് ഉലുവാപ്പൊടി. ഉലുവ ഇട്ടാലും മതി. ചവയ്ക്കുമ്പോൾ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഉലുവയായിട്ടിടാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അല്പം കറിവേപ്പില ഇടാം. കുക്കർ അടച്ച് 1-2 വിസിൽ കേൾക്കുന്നവരെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ പോകുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം നമുക്ക് കുതിർന്ന മില്ലറ്റ് എടുത്ത് അതിനെ ഒന്ന് അരിപ്പയിലൂടെ അരിച്ച് ആ വെള്ളം സെപ്പറേറ്റ് ചെയ്യുക. ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ കുക്കറിൽ പ്രഷറൊക്കെ മാറി നമ്മളൊന്ന് തുറന്നൊന്ന് ഇളക്കി നോക്കുക. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചല്ലോ ആ മില്ലറ്റ്, അത് ഈ ചിക്കനിലേക്ക് ഇടുക. മില്ലറ്റിൽ നിന്ന് നമ്മൾ അരിച്ചെടുത്ത ആ വെള്ളം തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി. തിളച്ച് കഴിയും. ഇത് ആ മില്ലറ്റ് ചിക്കൻ കൂട്ടിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഇത് മാറ്റി വെച്ച ശേഷം ആ ചിക്കൻ്റെ കൂട്ട് അടുപ്പിലേക്ക് വയ്ക്കുക. ആ തിളപ്പിച്ച വെള്ളം ഏകദേശം 4 കപ്പ് ഉണ്ടായിരുന്നേ. അതിൽ നിന്ന് 2 കപ്പ് തൽക്കാലം നമുക്ക് ഒഴിക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് വെച്ചാൽ വെറുതെ അടപ്പിട്ട് അടച്ചാൽ മതി. പ്രഷർ കുക്കറിൻ്റെ അടപ്പ് വേണ്ട. ഹൈ പ്രഷറിൽ മില്ലറ്റ് കുക്ക് ചെയ്യരുതെന്നാണ്. സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ വേവിക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി വയ്ക്കാം. 180 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. മാഗിയുടെ കോക്കനട്ട് മിൽക്കായിട്ട് തന്നെ കിട്ടുന്ന ഒരു പാക്കറ്റാണ് ഇത്. ഇതിൽ നിന്ന് ഞാൻ 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി കാണും. വെന്തിട്ടില്ല. അരി നന്നായിട്ട് വേകണം, ചാമയരി, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഉപ്പൊക്കെ ഒന്ന് നോക്കി അല്പം ഉപ്പ് കൂടി വേണമായിരുന്നു, അതുകൂടി ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒന്ന് തുറന്ന് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ലിക്വിഡ് ഫോമാണല്ലോ. അപ്പോൾ 4 കപ്പ് വെള്ളം, നമ്മൾ മില്ലറ്റ് കുതിർത്ത വെള്ളം ഏകദേശം 4 കപ്പ് ഉണ്ടായിരുന്നേ. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുകയല്ലോ. വെള്ളം കൂടുതൽ ഒഴിക്കും തോറും നമ്മൾ ഉപ്പിൻ്റെ അളവൊന്നും നോക്കണേ. ഉപ്പ് കുറഞ്ഞിരുന്നാൽ ഇനി ടേസ്റ്റ് കുറയും. ആവശ്യത്തിന് ഉപ്പ് വേണം. ഇപ്പോൾ ഒരു 20-25 മിനിറ്റായി കാണും. ഇനി തുറന്ന ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ഒഴിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. 25-30 മിനിറ്റ് മതിയാവും ഇത്രയും ക്വാണ്ടിറ്റിക്ക്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സൂപ്പറായിട്ടുള്ള നമ്മുടെ ചിക്കൻ മില്ലറ്റ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഉച്ചയ്ക്കായാലും പിന്നെ രാത്രിയിലത്തെ ഡിന്നറിൻ്റെ സമയത്തായാലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. മഴക്കാലത്ത് ഇത് വളരെ നല്ലതാണ്. തേങ്ങാപ്പാലും വെള്ളമൊക്കെ ഒഴിച്ച ശേഷം ഒന്ന് തിളച്ച ശേഷമേ ഫ്ലെയിം ഓഫ് ചെയ്യാവൂ. ഫൈനലി ഉപ്പൊന്ന് നോക്കണം. പിന്നെ നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യകരമായൊരു സമ്പൂർണ്ണ ഭക്ഷണം, രുചിയും ഒപ്പം പോഷകവും ഒരുമിച്ച്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ അഥവാ നമ്മുടെ കയ്യിൽ മില്ലറ്റ് ഇല്ലെങ്കിൽ അരി വെച്ച് ഉണ്ടാക്കുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ടിപ്സിൽ അതുകൂടി കാണിക്കുന്നുണ്ട്. ഒന്ന് ഷോർട്ടായിട്ട് നമ്മൾ അരി കൊണ്ട് എങ്ങനെ ഇതുപോലെ അരിയും ചിക്കനും കൊണ്ട് ഉണ്ടാക്കുന്നത്. നമുക്കിതിൻ്റെ കൂടെ ആവശ്യമുണ്ടെങ്കിൽ നാരങ്ങയോ അല്ലെങ്കിൽ മാങ്ങയോ അച്ചാർ ഉപയോഗിക്കാം. വീഡിയോ ബോറടിപ്പിച്ചില്ല, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ടിപ്സ് ഒന്ന് കാണാം. ഇന്നത്തെ ടിപ്സിൽ ആദ്യം സാധാരണ നമ്മുടെ കയ്യിലുള്ള അരി കൊണ്ട് നമുക്കെങ്ങനെ ചിക്കനും കൂടി ചേർത്ത് ഈ കഞ്ഞി ഉണ്ടാക്കാമെന്നും കൂടെ ഒന്ന് ഓടിച്ചൊന്ന് കാണാം. ഇത് പൊന്നി അരിയാണ്. ഇത് 1 കപ്പ് അരിയുണ്ട്. നേരത്തെ നമ്മൾ മില്ലറ്റ് എടുത്തത് 1/2 കപ്പായിരുന്നു. ഇതിൻ്റെ ബാക്കി ചേരുവകളെല്ലാം സെയിമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അളവിനനുസരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കണേ. ഈ അരി ആയതുകൊണ്ട് നമുക്ക് പ്രഷർ കുക്കറിൽ തന്നെ വേവിക്കാം. ചിക്കനും ഒരുമിച്ചിട്ട് വേവിക്കാം. മറ്റേ മില്ലറ്റ് പോലെയല്ല. മില്ലറ്റ് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്നില്ല. പിന്നെ ഇത് മാത്രമല്ല, മില്ലറ്റിന് നമ്മൾ 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്താണ് ഉപയോഗിക്കുന്നത്. അരിക്ക് അങ്ങനെ വേണ്ട. പ്രഷർ കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് അരി ഇടുക. പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ കണക്കാക്കി അതിന് ഇരട്ടിയായിട്ട് വേണ്ടി വരും. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. 2-3 കപ്പ് ഒഴിക്കാം. കഞ്ഞി ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാമല്ലോ. ഇനി അതിലേക്ക് 300 ഗ്രാം ചിക്കനാണ് ഞാൻ ഇടുന്നത്. അത് ബോണുള്ള ചിക്കനാണ്. ആവശ്യത്തിന് ഉപ്പിടുക. 1-1.5 സ്പൂൺ വേണ്ടി വരും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം നേരത്തെ എടുത്തു വച്ചിരുന്ന ആ പൊടികളെല്ലാം അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉലുവപ്പൊടിക്ക് പകരം ഒന്ന് തിളച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പാണ് ഒഴിച്ചത്. 2-3 കപ്പ് ഒഴിക്കാം, കുഴപ്പമില്ല. ഒന്ന് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. കുക്കറിലൊരു 2 വിസിൽ കേൾപ്പിക്കുക. അത് കഴിഞ്ഞ് ഒന്ന് പ്രഷർ പോയതിന് ശേഷം തുറക്കാം നമുക്ക്. ഇത് അല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, ചോറ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതിൽ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിച്ചത്. അതിനെ ഒരു ബൗളിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയതിന് ശേഷമേ അതിലോട്ട് ഒഴിക്കാവുള്ളൂ. പൊടി നേരിട്ടിട്ടാൽ അത് കലങ്ങാതെ അവിടെ കട്ടയായിട്ട് കിടക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കഞ്ഞിക്ക് എത്ര വെള്ളം വേണോ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കണേ. തിളച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ഒരു ബോറോസിലിക്കേറ്റ് ബൗളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റബിൾ എയർ വെൻ്റ് ഉണ്ട്. ഫുഡ് ഐറ്റംസ് ചൂടാക്കുമ്പോൾ, അതായത് മൈക്രോവേവ് ചെയ്യുമ്പോൾ ഈ ബൗളിൻ്റെ അടപ്പോട് കൂടി തന്നെ നമുക്ക് അവനിൽ വെക്കാം. പക്ഷേ ഈ വെൻ്റ് പോർഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കണം. അല്ലാത്ത സമയത്ത് നമുക്കിതിനെ അടച്ചു വയ്ക്കാം. രാവിലെ ഉണ്ടാക്കി വയ്ക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്നതോ ആയ ഫുഡ് ഐറ്റംസ് റീഹീറ്റ് ചെയ്യണമെങ്കിൽ ഈ അടപ്പോട് കൂടി തന്നെ നമുക്ക് അവനിൽ ഇത് വെച്ച് റീഹീറ്റ് ചെയ്തെടുക്കാം. ഈ വെൻ്റ് ഓപ്പൺ ചെയ്ത് വെക്കണമെന്ന് മാത്രം. അത് കഴിഞ്ഞ് ഇതുപോലെ അടച്ചു വയ്ക്കാം. മൈക്രോവേവ് ചെയ്യാൻ മാത്രമേ ഈ പ്ലാസ്റ്റിക് അടപ്പ് ഉപയോഗിക്കാവൂ. അല്ലാതെ ബേക്ക് ചെയ്യുമ്പോഴൊന്നും ഈ പ്ലാസ്റ്റിക് അടപ്പ് ഉപയോഗിക്കരുത്.
ബേക്കിംഗ് ഫംഗ്ഷനൊക്കെ ഈ ബൗൾ മാത്രമേ ഉപയോഗിക്കാവൂ, അടപ്പില്ലാതെ. ഈ എയർ വെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഇളകി വരുന്ന ടൈപ്പാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 1500 ml, അതായത് 1500 ml. ഇത് മിക്സിംഗ് ബൗളായിട്ട് ഉപയോഗിക്കാം. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് അപ് ടു 420 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. പിന്നെ ഇത് മൈക്രോവേവ് സേഫാണ്, അവൻ സേഫാണ്, ഡിഷ് വാഷർ സേഫ്, റെഫ്രിജറേറ്റർ ആൻഡ് ഫ്രീസർ സേഫ്. നല്ല ഹൈ ക്വാളിറ്റി ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെയറാണ്. ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ വില 599 രൂപയായിരുന്നു, 599 റുപ്പീസ്. ഇനി അടുത്തത് മോഡേൺ ലുക്കുള്ള ഒരു എയർ ടൈറ്റ് ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നറാണ്. 2 എണ്ണം ഒരു സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത്. പാൽപ്പറ്റ് എന്ന കമ്പനിയുടെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാണിത്. അൺബ്രേക്കബിളാണ്, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ്, മോഡേൺ ലുക്കുണ്ട്, ട്രാൻസ്പെറൻ്റാണ്, വൈഡ് മൗത്താണ് ഇത്. അതുകൊണ്ട് കഴുകാനുമൊക്കെ നമുക്ക് ഈസിയാണ്. ഇതിനോടൊപ്പം ഓരോ സ്പൂണും ഉണ്ടായിരുന്നു. ഇത് കണ്ടാലും ഒരു തെളിഞ്ഞ ഭംഗി. അപ്പോൾ ഇന്നത്തെ വിഷയം ചിക്കൻ മില്ലറ്റ് കഞ്ഞി. ഇത്രയും ആരോഗ്യപ്രദമായ ഈ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.